ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? സ്വരമൊക്കെ ഇന്ന് റെക്കോർഡിംഗ് ആയിരുന്നേ, അപ്പൊ സ്വല്പം ഒരു പിന്നെ ഇന്ന് ഡീക്കന്മാരുടെ ധ്യാനം ആരംഭിക്കുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മളിപ്പോ എത്രാമത്തെ ഡീക്കന്മാരുടെ ധ്യാനം എന്ന് വല്ല ഓർമ്മയുണ്ടോ? അപ്പൊ അതെല്ലാം എഴുതി വെച്ച് കേട്ടോ, ഓരോ ഡീക്കന്മാരുടെ ധ്യാനത്തിനും വലിയ ദൈവകൃപ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഉണ്ടല്ലോ, അപ്പൊ പറ്റുകയാണെങ്കിൽ ഒരു കൊന്തയൊക്കെ ചെല്ലേ ബെസ്റ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നന്മറിഞ്ഞവരെയാണെങ്കിൽ സാരമില്ല, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന കുഴപ്പമില്ല. കുർബാനയ്ക്ക് പോകുമ്പോൾ നിയോഗം വെക്കണം കേട്ടോ. അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും പ്രത്യേകം ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ദിവസങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ. ഒരു നന്മറിഞ്ഞില്ലേ അങ്ങ് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ഒരു കാര്യം ഓർത്തേ, പപ്പേനും അമ്മേനും ഓർപ്പിക്കണം കേട്ടോ. ബെനോയിച്ചന്റെ ഡീക്കന്മാര് ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ദിവസം ഒരു പ്രാവശ്യം വെച്ച് ഓർപ്പിച്ചു. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് അറിഞ്ഞുകൊണ്ടിട്ടതാണ് കേട്ടോ. ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണമെന്നുള്ളതാണ്. സാധാരണഗതിയിൽ ചിലപ്പോൾ പറയും ഇങ്ങനെ ഒരു ചെറിയ ക്ഷീണമൊക്കെ തോന്നുന്നു, എന്നാന്നറിയത്തില്ല. ഉടനെ നമ്മൾ ബ്ലഡൊക്കെ ഒന്ന് നോക്കിയായിരുന്നു, ഇടയ്ക്ക് ഒരു ചെക്കപ്പ് നടത്തണേ. റൊട്ടീൻ ചെക്കപ്പ് അല്ലേ, വർഷത്തിൽ. നമ്മൾ ഡോക്ടേഴ്സിനെ കാണാൻ ഞാൻ വർഷത്തിൽ ഒരു ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കണേ, അല്ലെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ പറയും ഷുഗർ ഇച്ചിരി കൂടി ഡൗട്ട്, ഒന്ന് ചെക്ക് ചെയ്യുക അല്ലെ എന്ന് പറയുന്നത് പോലെ ഒരു തലക്കെട്ടാണ്. ഇടയ്ക്ക് ഒരു പ്രാവശ്യമല്ല, ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന്. വചനം ഇതാണ് സഹോദരങ്ങളെ. 1 തെസ്സലോനിക്കർ 4:10-11 ഫസ്റ്റ് തെസ്സലോനിക്കർ ചാപ്റ്റർ 4 verse 10 and 11. നല്ല വചനമാണ്. അത് നല്ലൊരു ജീവിതത്തിൽ പ്രസാദകരമായ ജീവിതം എന്നാണ് അതിന്റെ തലക്കെട്ട്. മാതൃകാപരമായ ജീവിതത്തിന്റെ പ്രസാദപരമായ ജീവിതം പല തലക്കെട്ടുകൾ കൊടുക്കാറുണ്ട്. ജീവിതക്രമം അതുപോലെ തന്നെ നല്ലൊരു തലക്കെട്ടാണ്. ഇന്നലെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സഹോദരരെ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണല്ലോ അത്, എന്നാലും ഉപദേശിക്കും. എന്നിട്ട് പറയുകയാണ്, ഇനിയാണ് ചെക്ക് ചെയ്യേണ്ടത്. സ്നേഹത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവിൻ. എന്നിട്ട് പറയാ ശാന്തരായി ജീവിക്കാൻ ഉത്സാഹിക്കുവിൻ. ഞാൻ കഴിഞ്ഞ ദിവസം വിശുദ്ധ കുർബാനയുടെ നടുവിലാണ് ഈ വചനം കേട്ടത്. എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അതനുസരിച്ച് ഞാനൊരു ചെക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ഓരോരുത്തരെയും പ്രായം നോക്കണം. എന്നിട്ട് പഴയത്തെ നമ്മളിപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ കുടുംബജീവിതത്തിന് ആദ്യ കാലത്തുണ്ടായിരുന്ന സ്നേഹം അതിങ്ങനെ നാളുകൾ കഴിയും തോറും ഇങ്ങനെ വർദ്ധിച്ചാണ് വരുന്നത്. അപ്പൊ അല്ലെങ്കിൽ മക്കൾ ഓർക്കണം, അപ്പനോട് അമ്മയോട് പണ്ടുണ്ടായിരുന്ന സ്നേഹം അതിങ്ങനെ വർദ്ധിച്ച് എത്ര അകലമായി. അങ്ങനെയല്ല വരേണ്ടത്. സ്നേഹം ഉത്തരോത്തരം സ്നേഹത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുക. അടുത്ത പറയാ ശാന്തരായി ജീവിക്കാൻ ഉത്സാഹിക്കുക. ചിലപ്പോൾ കളിക്കാൻ പോകുന്നതിന് ഉത്സാഹമുള്ള കുട്ടികളുണ്ട്, പഠിക്കാൻ ഉത്സാഹം കുറവ് അല്ല, അങ്ങനെയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എപ്പോഴും നിങ്ങൾ നോക്കണം. ശരി, ഇന്നലത്തേക്കാൾ കുറച്ചുകൂടെ ശാന്തത ഇന്നുണ്ടായിരുന്നോ നോക്കണം. നമുക്ക് വ്യഗ്രത വന്ന് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി എടുക്കട പിടിക്കട തല്ലടാ അല്ലേ എവിടെ പോകുന്നു നമ്മുടെ ശാന്തത? ചിന്തിച്ചു നോക്കി. ശരി, അപ്പൊ നമ്മുടെ വളർച്ച മുകളിലോട്ടാണോ താഴോട്ടാണോ? ചില ചെടികളുണ്ട് മുകളിലോട്ട് കയറിയിട്ട് താനോട്ട് കുനിഞ്ഞു വീഴുന്ന ചില ചെടികളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ് സ്ഥിതി. അങ്ങ് പോയില്ലേ അല്ലേ? നമ്മുടെ ബിസിനസ് വളരുന്നു, ജോലി വളരുന്നു, സാമ്പത്തികം ഒക്കെ, വീടൊക്കെ നല്ല ഓക്കെ. പക്ഷെ നമ്മുടെ സ്ഥിതി എന്താ? അപ്പൊ അതുകൊണ്ട് ഈ വചനം വെച്ച് ഇത് ഇടയ്ക്കിടെ ഇങ്ങനെ പറയണം മനസ്സിലെ. അങ്ങനെ പറഞ്ഞു തരുമ്പോൾ എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് ഈ സ്നേഹക്കുറവ് തോന്നുന്ന സമയത്ത് കുറച്ചുകൂടെ സ്നേഹം തന്നെ വരും ഈ വചനമുള്ളിലുണ്ടെങ്കിൽ. ഇത് ഉറവയാണ്, ആത്മാവാണ്, ജീവനാണ്. അതേപോലെ തന്നെ എന്താ പറയുക, വെളിക്ക് ശരിക്കും പൊട്ടിത്തെറിച്ച് ബഹളം വരുന്ന സമയത്ത് ഭയങ്കര ശാന്തത, ഉത്സാഹിക്കണം. പഠിക്കാൻ ഉത്സാഹം വേണമെന്ന് മക്കളോട് പറയുന്നത് പോലെ തന്നെ പാരന്റ്സിനോട് ദൈവം പറയുകയാണ്, ശാന്തരായി ജീവിക്കാൻ നമുക്ക് ഉത്സാഹം വേണം. അത് വേണ്ടേ അല്ലേ? വചനമൊക്കെ കൊള്ളാന്ന് പറഞ്ഞിരുന്നൊരു കാര്യമില്ല, അത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. വചനം ജീവിച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല. ക്രൈസ്തല്ലോ വരുന്നവരെ അഭിഷേകം നിങ്ങൾക്കത് ഇതിനേക്കാൾ വലിയൊരു സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് അനുഗ്രഹിക്കും കേട്ടോ. അപ്പോൾ ചതിക്കരുത്, ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സ്തുതിക്കാം. ഹല്ലേലൂയ. ഉച്ചത്തിൽ ഈശോയെ ആരാധന 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 ആരാധന. കർത്താവെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ ദൈവസ്നേഹത്തിൽ പരസ്നേഹത്തിൽ ഉത്തരോത്തര അഭിവൃദ്ധി പ്രാപിക്കാൻ ദിവസം കഴിയുന്നവരുടെ സ്നേഹം കൂടിക്കൂടി വരാൻ അഭിഷേകം നൽകണമേ. എനിക്ക് കർത്താവ് ഇവരുടെ സ്നേഹം വർദ്ധിച്ചല്ലോ കർത്താവെ അതുപോലെ സ്നേഹം വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അത് ഞങ്ങളുടെ ശാന്തരായി ജീവിക്കുന്ന ഉത്സാഹം
കുടുംബത്തിലും സമൂഹത്തിലും ജോലിസ്ഥലത്തും കമ്മ്യൂണിറ്റിയിലും കൂട്ടുകാർക്കിടയിലും ഒക്കെ നല്ല ശാന്തതയുടെ അഭിഷേകം നിറയട്ടെ എന്ന് പറയാം. ഇതിന് വിരുദ്ധമായി നിൽക്കുന്ന, സ്നേഹത്തിന് വിരുദ്ധമായി നിൽക്കുന്ന സകല പ്രവണതകളും യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. ശാന്തതയ്ക്ക് വിരുദ്ധമായി ഉണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും കർത്താവ് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ ആഴ്ന്നിറങ്ങട്ടെ. എല്ലാ ദിവസവും ഒരു ആത്മശോധനയ്ക്കുള്ള വചനമായി, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്ന വചനമായി ഹൃദയത്തിൽ എഴുതപ്പെടട്ടെ. വചന ഹൃദയത്തിൽ എഴുതപ്പെടുന്ന വചനമുണ്ടല്ലോ, ആരൊക്കെ ആഗ്രഹിക്കുന്ന അവരുടെ ഹൃദയത്തിൽ വചനം എഴുതപ്പെടട്ടെ എന്ന് ആശീർവദിക്കും. നിങ്ങളുടെ നിയോഗങ്ങള്, കുടുംബങ്ങള്, ഡീക്കന്മാരുടെ ധ്യാനത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം മനസ്സിൽ കണ്ട ആശീർവദിക്കും. ദുഷ്ടാരികൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. തടസ്സങ്ങൾ വിട്ടുപോട്ടെ. വലിയ ദൈവകൃപയെ ആവശ്യിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായി, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.